മോക്കറിയാലോ മോളെ, വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ ഒരു കാരണവശാലും കണ്ണം വച്ച് പൊറുപ്പിക്കത്തില്ല. കല്യാണം കഴിഞ്ഞ ശേഷം അവൻ എല്ലാരെയും മറന്നാണ് ജീവിച്ചത്. അവന്റെ മനസ്സിൽ പിന്നെ ലക്ഷ്മി അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിനേക്കാളും മുകളിലായിരുന്നു അങ്ങേരുടെ മനസ്സിൽ അവളുടെ സ്ഥാനം. അതുകൊണ്ട് ഇപ്പോഴെന്താ അയാൾ ആരാധിക്കുന്ന ദൈവം തന്നെ തെറ്റിയത്. ആ മേഘേട്ടനെത്തി. എന്താ നിന്റെ മുഖത്തൊരു നിരാശ? എന്തു പറ്റിയടാ മേഘ? ഇനി എന്ത് പറ്റാനാ? അവള് മടങ്ങി വന്നു. ഞങ്ങളുടെയൊക്കെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ആ മഹാലക്ഷ്മി. എന്നിട്ട് അവളെ കണ്ണിട്ടും വീട്ടിൽ കയറ്റിയോ? ആ മോളെ, കണ്ണനൊപ്പം അവള് വന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? കണ്ണനും അനന്തവും ലേഖയും ഒക്കെ അവളെ തല്ലിക്കളഞ്ഞതല്ലേ? അതൊക്കെ അവരുടെ നാടകമായിരുന്നമ്മേ. നമ്മളൊക്കെ വിഡ്ഢിയാക്കി ചിരിക്കാൻ അവര് മനഃപൂർവ്വം നമുക്ക് പ്രതീക്ഷ തന്നത്. അപ്പൊ സാഗർ പറഞ്ഞൊന്നും അവരാരും വിശ്വസിച്ചില്ലേ? അവൻ ഫിനാൻഷ്യൽസിലേക്ക് വന്നത് കണ്ണനെ മഹാലക്ഷ്മൻ തമ്മിൽ വേർപെടുത്താനാ. അയ്യോ. എന്നാ അവൻ പറഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞുപോയി. ഫിനാൻസിയേഴ്സിൽ ഒളിക്യാമറ വെച്ചിട്ടാ സാഗറിനെ മഹാലക്ഷ്മി അവരെല്ലാരും കൂടി പരീക്ഷിച്ച്. അതോടെ കണ്ണനും അനന്തൂനും ലേഖയ്ക്കും സത്യം മനസ്സിലായി. മഹാലക്ഷ്മി കുറച്ചുകൂടെ പരിശുദ്ധയായി. അപ്പൊ അവര് മേഘേട്ടൻ പറഞ്ഞതുപോലെ കൊള്ളാത്ത സ്ത്രീ അല്ലല്ലോ. അവരൊരു പ്രേമരോഗിയാണെന്നാണല്ലോ മേഘേട്ടൻ എല്ലാരോടും പറഞ്ഞു നടന്നത്. അവക്കല്ല മോളെ, അങ്ങനെ ഒരു രോഗമുള്ളത് യവനാ. അമ്മേ, എല്ലാം കഴിഞ്ഞു നിൽക്കാ ഞാൻ. സ്വപ്നം കണ്ടതൊക്കെ തവിട് പൊടിയായതിന്റെ വേദന ഉണ്ട് എനിക്ക്. എനിക്ക് മാത്രമല്ല, അപ്പച്ചിക്കും മഞ്ജുവിനും ഉണ്ണിക്കും ഒക്കെ ഉണ്ടത്. പിന്നെ ആ കരുണയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ നേരത്തെ എന്നെ ഇങ്ങനെ കുത്തി സംസാരിക്കരുത്. അച്ഛനൊന്ന് ഉറപ്പിച്ചോ, ഈ ജന്മം മരണത്തിനല്ലാതെ മഹാലക്ഷ്മിയും കണ്ണനെയും തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല. രണ്ടിലൊരാൾ മരിച്ചേ തീരൂ. അതല്ലാതെ തെറ്റിദ്ധാരണ പരത്തിയിട്ട് അവരെ തമ്മിൽ തല്ലിക്കാനും രണ്ട് ഭിത്തിയിലാക്കാനും കഴിയില്ല. അച്ഛനും മോനും കൂടെ ഓരോരോ ഗൂഢാലോചനയാ. അതൊട്ട് പച്ച പിടിക്കത്തുമില്ല. ഇനി അവനെ ചൊടിപ്പിക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എങ്കിലും മഞ്ജുവായിട്ട് നമ്മുടെ മോൻ വരുമ്പോ അവളുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണൂ. അത് മറക്കണ്ട. പ്രതാപ. ഓ എടാ പ്രതാപ, നേരെ ഇത്ര ആയില്ലേ? ഇനിയേ അങ്ങോട്ട് വിളിക്കാനൊന്നും നിക്കണ്ട. അവളിനി വരാനൊന്നും പോകുന്നില്ല. അമ്മേ, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ അങ്ങോട്ടൊന്ന് പോവാം. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഞാൻ പറഞ്ഞില്ലോടാ പ്രതാപ, ഇത്തവണത്തെ വിഷുവിനെ മോളെ എന്നെയാണ് കാഴ്ച കണ്ടത്. അതുകൊണ്ട് അടുത്ത വിഷു വരെ അവള് നല്ല വാർത്തകളെ കേൾക്കൂ. ഇത്തവണത്തെ വിഷുവിന് ലക്ഷ്മിയുടെ ഇല്ലായിരുന്നത് നമ്മുടെ ഭാഗ്യമായിരുന്നമ്മേ. ഐശ്വര്യമില്ലാത്ത അവളുടെ മുഖം കണികണ്ട കണ്ണന്റെ ഗതി എന്തായി? അവൻ തേനെ പാലെന്ന് പറഞ്ഞു കൊണ്ടു നടന്നിട്ട് അവൾ അവസാനം അവനെ തേച്ചിട്ട് പോയില്ലേ? എടാ, എത്ര കാലം എന്ന് വെച്ചാടാ ഒരുത്തനെ ഇങ്ങനെ ഉന്തി തള്ളിക്കൂടെ നടക്കുന്നേ? ജർമ്മനിയിൽ നിന്ന് ഒരുത്തൻ വന്നു, വില കൂടിയ സമ്മാനങ്ങളുമായിട്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും കൊടുത്തു പളപളാന്ന് തിളങ്ങുന്ന ഒരു നെക്ലസ്. എടാ പ്രതാപ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ആടയാഭരണങ്ങളോ നെക്ലസോ ഒന്നും അല്ല വേണ്ടത്. അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതമാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ടും
കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ് അവന് പറ്റിയ തെറ്റ്. അതെ അതെ. ആ പ്രതാപ, നാളെ അവിടെ ചെല്ലുമ്പോഴേ അവന്റെ മുമ്പിൽ നിന്ന് സന്തോഷമൊന്നും പ്രകടിപ്പിക്കരുത്. അവന്റെ മുന്നിൽ സങ്കടത്തോടെ കൂടിക്കോണം. അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? നാളെ വേണമെങ്കിൽ അവന്റെ മുമ്പിൽ നിന്ന് മോങ്ങാനും ഞാൻ തയ്യാറാ. പോരെ? ഇനിയിപ്പോ കണ്ണനെ തല്ലാനും കൊല്ലാനും നടക്കേണ്ട കാര്യമില്ല. ഇനി അവൻ വലിയേട്ടൻ ചമഞ്ഞങ്ങ് ജീവിച്ചോട്ടെ. അതെ. നമുക്കെന്താ? ജീവിച്ചോട്ടെ. അവന്റെ ജീവിതത്തിൽ എന്തായാലും ഒരു ദാമ്പത്യമില്ല. ഒരു പെണ്ണും. അവന്റെ ആദ്യത്തെയും അവസാനത്തെയും ഭാര്യയായിരിക്കും മഹാലക്ഷ്മി.